അങ്ങനെ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ചൂണ്ടിടാൻ പോകാമെന്ന്. അങ്ങനെ നെജുവിനോട് ഉപ്പാനോടും കാര്യം പറഞ്ഞു. നെജു ഉപ്പാക്കും ഭയങ്കര ആവേശം. അങ്ങനെ ഇരക്ക് വേണ്ടിയിട്ട് നിലന്തരനെ പരുതാൻ തുടങ്ങി. ഉള്ള ചപ്പും ചവറും നല്ല നിലന്തരനെ കുറച്ച് മണ്ണെന്നെല്ലാം എടുത്ത് നെജുവിന് മുയത്ത നിലന്തരനെ തന്നെ വേണം. നിലന്തരാന്നാണ് നമ്മൾ പറയല്ലേ, നിങ്ങളെ നാട്ടിൽ എന്താ പറയുക കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നജീർ നല്ല മുയത്ത നിലന്തരനെ പരുതി ഇടാൻ തുടങ്ങി. അങ്ങനെ കുറേ നിലന്തരനെല്ലാം കെട്ടി ഉപ്പ കുറേ അതൊരു ചപ്പിലെല്ലാം ആക്കി ചുറ്റി അങ്ങനെ നമ്മൾ ചൂണ്ടിടാൻ പോകേണ്ട പരിപാടി തുടങ്ങി. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് മൈദയും കുറച്ച് ചെമ്മീനും ഉമ്മാൻ്റെ കറി വെക്കാനുള്ളതിന് കുറച്ച് ചെമ്മീനും എടുത്ത് അങ്ങനെ ഉപ്പ ഭയങ്കര ആവശ്യത്തിലാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി വണ്ടിയെടുത്ത് പോകാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ഉപ്പ പകുതിക്കുന്ന എൻ്റെ വണ്ടിയിലേക്ക് കയറി. അങ്ങനെ ഉപ്പ വീഡിയോ എടുക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ കുട്ടികളിങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട്. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി. ഇതാണ് നമ്മളെ സ്പോട്ട്, എസ്എംപുരം പുഴ. ഭയങ്കര ഭംഗിയാണ്. ഇങ്ങനെ കാണുന്ന പോലെയല്ല, ക്യാമറയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ നമ്മൾ ചൂണ്ടിടാൻ വേണ്ടിയിട്ടുള്ള സ്പോട്ട് ഇങ്ങനെ പരുതാണ് എവിടെ നിന്ന് ഇടുന്നുള്ള ഇതിൽ. അങ്ങനെയാണ് ഉപ്പാൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടത്. അപ്പോൾ മൂപ്പര് പറഞ്ഞു ചൂണ്ടിടാൻ വന്ന് അങ്ങനെ കുറച്ച് കഥകളെല്ലാം പറഞ്ഞ് അങ്ങനെ ഉപ്പ വീണ്ടും സ്പോട്ട് തപ്പി നടന്നു. ഇവിടെ നടക്കൂല. അങ്ങനെ ഉപ്പ അവിടെ നിന്ന് വരുന്ന വഴിക്ക് വാങ്ങിയ കടലമുട്ടായും എല്ലാം നമ്മൾ വീതിച്ച് തിന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. നെജീർ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഉപ്പ പറഞ്ഞു വേറൊരു സ്പോട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയാലും. അങ്ങനെ ഉപ്പ പറഞ്ഞു എരഞ്ഞോളിപ്പാലം പുഴയുണ്ട്, അവിടെ പോവാം. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് നീങ്ങി. അങ്ങനെ വണ്ടിയെടുത്ത് ഞങ്ങളെല്ലാവരും കൂടി എരഞ്ഞോളിപ്പാലത്തിന് ലക്ഷ്യമിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ എരഞ്ഞോളിപ്പാലം എത്തി. അങ്ങനെ മീൻ പിടിക്കുന്ന സ്ഥലം നോക്കി നടന്ന് അങ്ങനെ അവസാനം ഒരു സ്പോട്ട് കിട്ടി. അവിടെ നിന്ന് ഞങ്ങൾ മീൻ ചൂണ്ടയിടാനുള്ള തയ്യാറെടുപ്പ്. അങ്ങനെ നജീറെല്ലാം കെട്ടിപ്പെറുക്കിയെല്ലാം കൊണ്ടാന്ന് ചൂണ്ടയിടാനുള്ള പരിപാടിയിലേക്ക് നീങ്ങി. അങ്ങനെ അതിൻ്റെ ഇടയ്ക്കുണ്ട് ഒരാൾ ഓടിപ്പോയി നോക്കുമ്പോൾ ഉടുമ്പ്. അങ്ങനെ മഴയും പെയ്ത് അങ്ങനെ ഇന്നത്തെ ചൂണ്ടലിൽ കോളായി വിചാരിച്ച്. പക്ഷെ അവർ വിട്ടുകൊടുത്തില്ല, അവർ ചൂണ്ടിടാൻ തന്നെ തീരുമാനിച്ച്. അപ്പം ഞാനും ഒരു കൈ നോക്കാമെന്ന് വിചാരിച്ച് ഞാനും നോക്കി. ഞാൻ എന്താണെന്നറിയില്ല, ഫസ്റ്റ് മീനെ കിട്ടി. എൻ്റെ മീനിൻ്റെ പേരറിയില്ല, പക്ഷെ ഒരു മീനെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഇട്ടപാടന്നെ എനിക്ക് ആ മീനെ കിട്ടി. അങ്ങനെ നജീർ പറഞ്ഞ് എനിക്ക് കിട്ടി. നോക്കുമ്പോൾ അവനിക്ക് കിട്ടിയതാണ് ഒരു കാട്ടം വലിച്ച് കയറ്റീന്. മീനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആർത്ത് വലിക്കുന്നുണ്ട്. അങ്ങനെ മഴ കൂടുന്നത് കണ്ടേരെ നമ്മൾ കയ്യും കഴുകി, നജീറും കഴുകി, ഞാനും കൈയെല്ലാം കഴുകി, കാലെല്ലാം കഴുകി അങ്ങനെ പോകേണ്ട പരിപാടിയിലേക്ക് നോക്കി. ഉപ്പ പറഞ്ഞു എല്ലാവരും പോവാൻ, സമയം ലേറ്റായി, 7 മണിയാവാനായി. അങ്ങനെ നമ്മൾ കാലും കൈയെല്ലാം കഴുകി വിട്ട് വണ്ടിയെല്ലാം എടുത്ത് അങ്ങനെ കുറച്ച് വർത്താനം പറഞ്ഞ് ഉപ്പ സമയമെല്ലാം നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകേണ്ട പരിപാടി. അപ്പം എരഞ്ഞോളിപ്പോയതിനോട് ബാബായും പറഞ്ഞ് നമ്മൾ പോകാൻ തുടങ്ങി. ഇതാ നമ്മളെ നാട്, ഇത് കൊളശ്ശേരി എന്ന് പറയും. ഇപ്പം ബൈപ്പാസ് വന്നുകൊണ്ട് സ്ഥലം തന്നെ മാറിപ്പോയി. ഇതാണ് നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വഴി. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന റോഡിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ വന്നു. അത് വീടെത്താനായി. വീട്ടിലെത്തി. വീട്ടിലേക്ക് കയറിയൊരു ഉമ്മാനെ കാണുന്നില്ല. ഉമ്മാനൊരു ഡയലോഗ് ഇളക്കിയിട്ടാണ് വന്നത്. വലിയ സഞ്ചലം കൊണ്ടിട്ടാണ് പോയത്. അപ്പം അതിൻ്റെ ഒരു കുറവുണ്ട്. ഉപ്പയും വന്ന് ബാക്കിൽ തന്നെ. അങ്ങനെ നോക്കുമ്പോൾ ഉമ്മാൻ്റെ ഒച്ചപ്പാടത്തിൻ്റെ അടുക്കളയിൽ പോയി നോക്കിയാൽ ഉമ്മ നല്ല പഴം നിറച്ച് നല്ല പൊരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല. നമ്മളെല്ലാവരും പഴം നിറച്ച് തട്ടാൻ വേണ്ടി പരിപാടിയിലേക്ക് നോക്കി. അങ്ങനെ അതും തിന്ന് ഗൈസ്. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കും. താങ്ക് യു ഗൈസ്.